ഹായ്. മനോരഥങ്ങൾ വെബ് സീരീസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു കടുകണ്ണാവ. ഈ എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് രഞ്ജിത്താണ്. അപ്പോൾ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കമലഹാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. MT വാസുദേവൻ നായരുടെ എല്ലാ ചെറുകഥകളിലും അദ്ദേഹത്തിന്റെ ആത്മകഥാംശപരമായിട്ടുള്ള ചെറിയ ഭാഗമെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ കഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായരുടെ അനുഭവമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഈ കഥയെക്കുറിച്ച് MT തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യത്തിൽ കരഞ്ഞു പോയതെന്ന്. ആ കഥയാണ് ഈ കഥ. നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും വായിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെല്ലാം സ്കൂളിൽ ഇതിന്റെ ചെറിയൊരു ഭാഗം പഠിച്ചിരുന്നു. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ടായിരുന്നു. അതിൽ ലീല എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ആരും അങ്ങനെ മറന്നുപോയില്ല. അപ്പൊ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് 1994 മറ്റൊന്ന് 942 തോന്നുന്നു, 42. ഓക്കെ. അപ്പൊ PK വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമയിലെ ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആ കഥാപാത്രത്തെ ചെയ്യുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് വിനീത് കുമാറാണ്. നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഡാൻസർ വിനീത് ഇല്ലേ, അദ്ദേഹമാണ്. ഈ എപ്പിസോഡിൽ മമ്മൂട്ടിയുടെ അഭിനയത്തിനെക്കാട്ടിലും അടിപൊളിയായി തോന്നിയത് വിനീതിന്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കിടിലമായിരുന്നു, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന്റെ സ്റ്റോറി ലൈൻ ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് കാലഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ PK വേണുഗോപാൽ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇയാൾ എന്തോ ഒരു ഈ മീഡിയ സമ്മിറ്റിനോ എന്തോ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് പോകും. അപ്പൊ ശ്രീലങ്കയിൽ ഇയാൾ കടുകണ്ണാവ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് അവിടെയുള്ള ഒരാളോട് പറയും, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയും. അപ്പോൾ ഈ PK വേണുഗോപാലും കടുകണ്ണാവ എന്ന് പറയുന്ന സ്ഥലവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഒരു കാറിൽ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഈ സ്ഥലം അറിയാം? സാധാരണ ശ്രീലങ്കയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടുത്തെ വലിയ ബുദ്ധവിഹാരങ്ങളും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അല്ലേ പറയുന്നത്. ഇതെന്താണ് ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാത്ത ഒരു ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് വേണുഗോപാൽ പറയുന്നുണ്ട്, പണ്ട് എൻ്റെ അച്ഛൻ അവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നു, അവിടെ എനിക്ക് ചില റിലേറ്റീവ്സുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ആ ബന്ധം എന്നുള്ള കാര്യമാണ് പിന്നീട് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. അപ്പൊ PK വേണുഗോപാലിന്റെ കുട്ടിക്കാലമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ഇയാളുടെ പഴയ വീട്, തറവാട്. അപ്പൊ തറവാട്ടിലേക്ക് ഇവന്റെ അച്ഛൻ, അതായത് കുട്ടിക്കാലത്തെ ഈ PK വേണുഗോപാലിന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് സിലോണിലാണ്. അപ്പൊ ഒരു ദിവസം സിലോണിൽ നിന്ന് ഇയാള് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തോ ആഭ്യന്തര യുദ്ധം അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെ അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. സിലോണിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇയാളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടാകും. ഇവനെക്കാട്ടിലും 2 വയസ്സ് കൂടുതലുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവും. ഈ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് മൊത്തത്തിൽ സംശയമുണ്ട്. ഇനി എന്താണ് അവിടെ ഉള്ള കുട്ടിയെ ഇങ്ങോട്ടേക്ക് ഇയാൾ കൊണ്ടുവന്നതാണോ, ഇനി ഇയാൾക്ക് ശ്രീലങ്കയിലുള്ള എന്താണ് അവിടെ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുട്ടിയെ ഇയാൾ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണോ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ ഈ നമ്മുടെ വേണുഗോപാലിന്റെ അച്ഛൻ ഇവരുടെ ഫാമിലിയിൽ പറഞ്ഞിട്ടുള്ളത്, അവരുടെ വീടിന്റെ അടുത്തുള്ള ശ്രീലങ്കയിൽ അയാൾ താമസിച്ചിരുന്ന വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയൊക്കെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി, പെൺകുട്ടി ആയതുകൊണ്ട് ഒറ്റയ്ക്കാക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ മകള് തന്നെയായിരുന്നു. അത് പിന്നീട് ഈ വേണുഗോപാൽ വളർന്നു വലുതിന് ശേഷം ഇയാൾ ശ്രീലങ്കയിലേക്ക് ഇതുപോലത്തെ ഒരു സമ്മേളനത്തിന് പോയതിനു ശേഷം ഈ കടുകണ്ണാവേലെത്തും. കടുകണ്ണാവേൽ എത്തിയതിനു ശേഷം ഈ ലീല എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഈ പേര് അയാൾക്ക് ഓർമ്മയുണ്ട്. ഈ ലീല നാട്ടിൽ വരുന്ന സമയത്ത് ഇയാൾക്ക് ഒരു മൂങ്ങയെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വായിച്ചിട്ടുണ്ടാകും, നീലക്കണ്ണുള്ള റബ്ബർ മൂങ്ങയെ സമ്മാനമായിട്ട് നൽകി. അതൊക്കെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ ആ കാര്യം കറക്റ്റ് ഓർത്തായിരുന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ വായിച്ച ആ പാരഗ്രാഫ് അതുപോലെ ഞാൻ ഓർത്തായിരുന്നു. അപ്പൊ ഇയാള് ശ്രീലങ്കയിലെത്തിന് ശേഷം കടുകണ്ണാവിൽ എത്തിയിട്ട് ലീലയുടെ വീട് അന്വേഷിക്കും. ലീലയുടെ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്ത് കടുകണ്ണാവ് എത്തി ലീലയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുളത്തിന്റെ സൈഡില് ഒരു ചെക്കൻ ഇങ്ങനെ കുളത്തിൽ നിന്ന് എന്തോ ചെടികളെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടാവും. ഈ കുളവാഴ എന്ന് പറഞ്ഞൊരു ഒരുതരം എന്താണ് ചെടി ഉണ്ടല്ലോ. ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് എന്തിനാ വെക്കും. അപ്പോ എന്താണ് പട്ടിണി കൊണ്ട് ഇവൻ വിശപ്പ് മാറ്റാനായിട്ടാണ് ഈ കുളത്തിൽ നിന്ന് ഈ ചെടി പറിച്ചെടുക്കുന്നത്. അത് സത്യത്തിൽ ലീലയുടെ മകനായിരുന്നു. അങ്ങനെ ലീലയുടെ പഴയ വീട് ഇവർ കണ്ടുപിടിക്കും. വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മുടെ വിനീതിന്റെ ഫോട്ടോ അവിടെ ചുമരില് ഉണ്ടാകും. അപ്പൊ മനസ്സിലാകും ലീല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണുഗോപാലിന്റെ ചേച്ചിയായിരുന്നു. അതായത് സ്റ്റെപ്പ് സിസ്റ്റർ, മറ്റൊരാളില് ഇയാൾക്കുണ്ടായ എന്താണ് ഈ വേണുഗോപാലിന്റെ അച്ഛനുണ്ടായ മകളായിരുന്നു ലീല എന്നുള്ള സത്യം അയാൾ മനസ്സിലാക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ശ്രീലങ്കയിലത്തെ ഭാഗങ്ങളൊക്കെ വളരെ ഷെയ്ക്കി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീലങ്കയിൽ യുദ്ധമോ അങ്ങനെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിലെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിനീതിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. മമ്മൂട്ടിയാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. സോ കാണുക കടുകണ്ണാവ.